ഇന്നത്തെ റിവ്യൂവിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വിക്ടോറിയ സീക്രട്ടിന്റെ ബോംഷെൽ നൈറ്റ് എന്ന് പറയുന്ന ഈ പെർഫ്യൂമിന്റെ ഓയിലാണ് കേട്ടോ. ഈ പെർഫ്യൂം ഒക്കെ അത്യാവശ്യം പ്രൈസ് ഉണ്ട്, ഏകദേശം എന്തായാലും ഒരു 10,000 അല്ലെങ്കിൽ 8,000 മുകൾക്ക് പ്രൈസ് ഉണ്ടാവും. ഇതിന്റെ ഓയിൽ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. കാണുന്നില്ല ഇതിന്റെ ഓയിൽ എങ്ങനെയാണ്, കണ്ടില്ല. സാധാരണ അത്തർ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് എങ്ങനെയാണ് ഈ അത്തറുകൾ പുരട്ടുക എന്നുള്ളത്. ജസ്റ്റ് നമ്മൾ പഴമക്കാർ സെന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അസ്തർ എന്നൊക്കെ പറയുന്നത്, അതന്നെയാണ് നമ്മൾ ഇതിന് ഓയിൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, കൈയിൻ്റെ ഈ ഭാഗങ്ങളിൽ, രണ്ട് കൈൻ്റെ ഈ ഭാഗങ്ങളിലും അതുപോലെ തന്നെ കഴുത്തിലും അല്ലെങ്കിൽ കൈൻ്റെ ഉൾഭാഗത്താക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുത്തിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പെർഫ്യൂമിൽ നിന്ന് എങ്ങനെയാണോ നമുക്ക് പ്രൊജക്ഷനും ലാസ്റ്റിംഗ് കിട്ടുക, അതിലേറെ നമുക്ക് ലാസ്റ്റിംഗ് പ്രൊജക്ഷനും തീർച്ചയായിട്ടും കിട്ടും നമ്മളെ ഓയിലുകളേക്കാരം. അതുകൊണ്ടാണ് നമ്മളെ വീഡിയോസിലൊക്കെ ഓയിലുകൾ കാര്യമായി പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഈ ഓയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് പിന്നെ 100 ml 50 ml 25 ml ഒക്കെ ഇങ്ങനത്തെ പ്രൈസ്, ഇങ്ങനത്തെ ക്വാണ്ടിറ്റിയിൽ ഒരു മിതമായ പ്രൈസ് നമ്മൾ ചാർജ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പെർഫ്യൂം ആക്കിയിട്ടും ബ്ലെൻഡ് ആക്കിയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് ഫ്രിഡ്ജിന്റെ ഡോറിൽ അതിന്റെ ആ ഒരു ബ്ലെൻഡിങ് കറക്റ്റ് ആവാനും അതിന്റെ ക്വാളിറ്റി ഒന്ന് ഹൈ ആയി വരാനും ഒക്കെ വേണ്ടി ഇന്ന് ഫ്രിഡ്ജിന്റെ ഡോറിലൊന്ന് കീപ്പ് ചെയ്താൽ മതിയാവും. വേറൊരു പണി എടുക്കേണ്ടിയില്ല. ഒരുപാട് പേർക്ക് പെർഫ്യൂം അടിക്കുന്നത് തന്നെ ഏക്കാരം ഇഷ്ടം, പുരട്ടിനേക്കാളും. മീൻസ് അത്ര ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നത്, അത്ര ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ പുരട്ടിന്റെ രൂപത്തിലാവും. ആ ഓയിലി ആയിട്ട് ഇപ്പോൾ ബോഡിയിൽ കുറച്ച് നേരം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടക്കും, ആ സ്കിന്നിൽ ഇങ്ങനെ പൊന്തിച്ച് ഒന്ന് തെളിഞ്ഞ് കിടക്കും. അത് വേണ്ട എന്നുള്ളവർക്കാണ് ഈ ക്ലോത്തിലൊക്കെ ചിലപ്പോൾ ഷർട്ടിലൊക്കെ ആണെങ്കിൽ, നാടൻ ക്ലോത്തിലൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഈ കോട്ടന്റെ ക്ലോത്തിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ നമുക്ക് ആ പ്രൊജക്ഷനോട് കൂടി കിട്ടാനും ബെറ്റർ തന്നെയാണ്. ഇത് റീസെന്റ് റിവ്യൂ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് മൈൽഡ് സ്മെല്ലാവണം, ഭംഗിയുള്ള സ്മെല്ലാവണം, ഒരു ഫ്രൂട്ടി വൈബ് ആവണം, എന്നാൽ ലാസ്റ്റിങ്ങും വേണം എന്നുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മൾ ഇതിനെ റിവ്യൂ ചെയ്യാനുള്ള കാരണം കേട്ടോ. വിക്ടോറിയ സീക്രട്ടിന്റെ ബോംഷെൽ നൈറ്റ് എന്നുള്ളതും ഒരു ലേഡീസ് ടച്ച് ആണ് പെർഫ്യൂം വരുന്നെങ്കിലും ജെൻസിനും യൂസ് ആക്കുന്നതിൽ ഒരു ടെൻഷനും ഇല്ല. അങ്ങനത്തെ ഒരു പെർഫ്യൂം ആയിക്കാൻ നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും. ഒരു യുണീക്ക് ഫ്രാഗ്രൻസ് എന്നൊക്കെ പറയാം, ഒരു ലൈറ്റ് സ്മെല്ല്, ഫ്രൂട്ടി വൈബ്, ഫ്രഷ് ഫ്രൂട്ടി, അതുപോലെ തന്നെ ഫ്ലോറൽ, ഫ്രഷ് റോസി സ്മെല്ലും, ഇങ്ങനത്തെ ഒക്കെ ഒരു ചെറിയൊരു സ്വീറ്റ് നോട്ടുള്ളും കൂടെ വന്നും പോയി നിൽക്കുന്ന ഫ്രാഗ്രൻസ് ഒക്കെ നമുക്ക് ഈ ബോംഷെൽ നൈറ്റിനെ പരിചയപ്പെടുത്താൻ പറ്റും. ഓയിലിന്റെ പ്രൈസ് വരുന്നത് 3 ml സ്റ്റാർട്ടിംഗ് ബോട്ടിലുണ്ട്. ആരും വലിയ ബോട്ടിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഏറ്റവും 3 ml പർച്ചേസ് ചെയ്യുക. 3 ml സ്മെല്ലും ലാസ്റ്റിംഗും പ്രൊജക്ഷനൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് അതാണ് പെർഫ്യൂമിന്റെ ബോട്ടിൽ നമ്മൾ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടാണ് തരിക. അതിന്റെ ജസ്റ്റ് വലിയ ബോട്ടിൽ 6 ml 12 ml ഒക്കെ ബോട്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും ബെറ്റർ ഒരു ലൈറ്റ് സ്മെല്ല് ഈ 6 hourന്റെ മുകൾക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റിംഗ് കൂടി കിട്ടുന്നതാണ് വിക്ടോറിയ സീക്രട്ടിന്റെ ബോംഷെൽ നൈറ്റ് എന്നുള്ളത്. ഇത് 2 കമ്പനിന്റെ ഓയിൽ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ചെറിയ ചെറിയ വ്യത്യാസമായിക്കാണ്ട് ഫ്രാഗ്രൻസ് നമുക്ക് തോന്നുന്നുണ്ട്. ഏത് വേണമെങ്കിൽ 2 വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരാം, അതല്ല ഇതിൽ 1 വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരാൻ പറ്റും. അപ്പോൾ ആവശ്യം കോൺടാക്ട് ചെയ്യേണ്ട വീഡിയോ ഒക്കെ താഴെ നമ്പർ വെക്കാട്ടോ.